ഹായ് ഓൾ, വെൽക്കം ടു കെമിസ്ട്രി ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് സൊല്യൂഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷനെ കുറിച്ചും അതിൻ്റെ കോൺസെൻട്രേഷൻ ടേമിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു കാര്യമാണ്. എന്താണെന്ന് നോക്കാം. സോലുബിലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. Solubility of a substance is its maximum amount that can be dissolved in a specified amount of solvent at a specified temperature. ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് ഡിസോൾവ് ചെയ്ത് ചേരാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ്, അതിന് ആ എബിലിറ്റിയാണ് എന്ത്, സോലുബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് സോലുബിലിറ്റി? സോലുബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട് ഓഫ് ദാറ്റ് ക്യാൻ ബി, ആ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസ് മാക്സിമം എമൗണ്ട് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ്. അപ്പൊ നമ്മളോട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റ് ഉണ്ട്. ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് ചേരാൻ മാക്സിമം സൊല്യൂട്ടിന് ഡിസോൾവ് ചെയ്ത് ചേരാൻ സാധിക്കും. ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ടെൻഡൻസിയാണ് എന്ത് വിളിക്കുന്നത്, സോലുബിലിറ്റി എന്ന് പറയുന്നത്. അതായത് മാക്സിമം എമൗണ്ട് സോലുബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇസ് മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വേരി ചെയ്യാൻ പാടില്ല. സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് ചേരാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ടാവും. അത് ഡിസോൾവ് ചെയ്ത് ചെയ്യുന്നു പിന്നീട്, അതായത് ഇത്ര ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂട്ടിന് മാത്രമേ ആ എടുത്തിരിക്കുന്ന സോൾവെന്റിൽ കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത് ചേരാൻ സാധിക്കുകയുള്ളൂ. അതിൽ കുറച്ചും കൂടി കൂടുതലാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് ഡിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. മാക്സിമം ഡിസോൾവ് ചെയ്ത് ചേരുന്നു, ആ മാക്സിമം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോലുബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ശ്രദ്ധിക്കൂ. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, അതുകൂടാതെ ടെമ്പറേച്ചർ, അതുകൂടാതെ പ്രഷർ. അപ്പൊ എന്തൊക്കെയാണ് സോലുബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സോലുബിലിറ്റി എന്താണ്? ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റ് എടുത്താൽ ഒരു സൊല്യൂട്ടിന് ഡിസോൾവ് ചെയ്ത് ചേരാൻ സാധിക്കും. ആ ഡിസോൾവ് ചെയ്ത് ചേരാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം എമൗണ്ട് സൊല്യൂട്ടിനാണ് ഡിസോൾവ് ചെയ്ത് ചേരാൻ സാധിക്കുന്നത്. അതായത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തു, കുറച്ച് സൊല്യൂട്ട് ഇട്ടു, അല്ലെങ്കിൽ കുറച്ച് ഷുഗർ ഇട്ടു, നമ്മൾ ഡിസോൾവ് ചെയ്ത് ചേർത്തു. ഇനിയും ഷുഗർ ഇട്ടു, ഇനിയും ഡിസോൾവ് ചെയ്ത് ചേരാം. ഇനിയും ഷുഗർ ഇട്ടു, ഡിസോൾവ് ചെയ്ത് ചേരാം. ഇനി ഒരു പർട്ടിക്കുലർ എമൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് അതിന് ഡിസോൾവ് ചെയ്ത് ചെയ്യാൻ സാധിക്കില്ല. കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ നടക്കില്ല. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു പാത്രത്തിൽ ഇത്ര എമൗണ്ട് വാട്ടർ എടുത്തിട്ടുണ്ട്, ആ വാട്ടറിൽ ഇത്ര എമൗണ്ട് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്താൽ സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയാൽ പിന്നീട് അതിന് ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ടാവില്ല. ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ടെമ്പറേച്ചറാണ് നമ്മൾ കീപ്പ് ചെയ്യുക. ഇനി എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? സൊല്യൂട്ടിന്റെ നേച്ചർ, സോൾവെന്റിന്റെ നേച്ചർ, ടെമ്പറേച്ചർ, പ്രഷർ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി എങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. സോലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡിനെ നമ്മൾ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് ചേർക്കുകയാണ്. A solute dissolves in a solvent if the intermolecular interactions are similar in them. Okay, that is dissolves like എന്തൊക്കെയാണ്? പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെന്റ് ആൻഡ് നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെന്റ്. വാട്ടറിൽ ഷുഗറിനോ സോൾട്ടിനോ ഡിസോൾവ് ചെയ്ത് ചേരാൻ സാധിക്കും. അതേസമയം നാഫ്തലിനെ എടുത്താൽ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ചേരില്ല. എന്നാണ് പറഞ്ഞത്? ഷുഗറോ അല്ലെങ്കിൽ സോൾട്ടോ, സോഡിയം ക്ലോറൈഡോ ഷുഗറോ എടുത്താൽ അതിന് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ചേരാൻ സാധിക്കും. ബട്ട് നമ്മൾ നാഫ്തലിൻ എടുത്താൽ നാഫ്തലിന് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് തരാൻ സാധിക്കില്ല. അതായത് ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്, സൊല്യൂട്ടിന്റെ നേച്ചറും സോൾവെന്റിന്റെ നേച്ചറും.
സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചർ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ടെൻഡൻസിൽ അല്ലെങ്കിൽ സോലിബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, വാട്ടർ എടുത്താൽ വാട്ടറിൽ ഷുഗറും അല്ലെങ്കിൽ സോൾട്ടും ഡിസോൾവ് ചെയ്ത് ചേരും. അതേസമയം നാഫ്തലിനെ വാട്ടറിൽ ഇട്ടാൽ നാഫ്തലിൻ ഡിസോൾവ് ചെയ്ത് ചേരില്ല. എന്താണ് അതിന്റെ കാരണം? നേച്ചർ. അതായത് പോളാർ സബ്സ്റ്റൻസ് പോളാറിൽ, പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിലും, നോൺ പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെന്റിലുമാണ് ഡിസോൾവ് ചെയ്യുന്നത്. Example, sodium chloride and sugar dissolve readily in water, and naphthalene and anthracene dissolve easily in benzene. Benzene, it is an organic compound. Benzene ഒരു non-polar substance ആണ്. Non-polar സൊല്യൂട്ടിന് non-polar solvent ഡിസോൾവ് ചെയ്ത് ചേരാം. പോളാർ സൊല്യൂട്ടിന് പോളാർ സോൾവെന്റിലും ഡിസോൾവ് ചെയ്ത് ചേരാം. നോക്കൂ, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. സൊല്യൂട്ടും സോൾവെന്റും ചേർന്നാലാണ് എന്തുണ്ടാകുന്നത്? സൊല്യൂഷൻ ഉണ്ടാകുന്നത്. നോക്കൂ, 2-3 ടേംസ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഡിസൊല്യൂഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിസൊല്യൂഷൻ. എന്താണ് ഡിസൊല്യൂഷൻ? when a solid solute is added to the solvent, some solute dissolve and its concentration increases in solution. This process is called dissolution. എന്താണ് ഡിസൊല്യൂഷൻ? സോളിഡ് സൊല്യൂട്ടിനെ നമ്മൾ സോൾവെന്റിലേക്ക് ആഡ് ചെയ്തു, അതിനകത്ത് കുറച്ച് കമ്പോണന്റ്, ഇപ്പോൾ ഷുഗർ എടുത്തു, ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ചേർന്നു. കുറച്ച് ഷുഗറിന് വാട്ടറിൽ കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത് ചേരാൻ സാധിക്കും. ഒട്ടും തന്നെ ഷുഗർ ഇല്ലാതെ തന്നെ ആ വാട്ടറിൽ കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത് ചേരും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിസൊല്യൂഷൻ എന്ന് വിളിക്കും. നോക്കൂ, when a solid solute is added to the solvent, some solute dissolves and its concentration increases. വാട്ടർ എടുത്തു, വാട്ടറിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ഇട്ടു, ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് ചേർന്നു. ഇനിയും കുറച്ച് ഷുഗർ ഇട്ടു, വീണ്ടും ഷുഗർ കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത് ചേർന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മൾ എമൗണ്ട്, സൊല്യൂട്ടിന്റെ എമൗണ്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൊല്യൂട്ടിന്റെ എമൗണ്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഡിസൊല്യൂഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ ഡിസൊല്യൂഷൻ കംപ്ലീറ്റഡ്, അതായത് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത് ചേർന്നു. കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത് ചേരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഡിസൊല്യൂഷൻ നടന്നു, കോൺസെൻട്രേഷൻ ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ദ നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ? ഇനി നമ്മൾ ഡിസൊല്യൂഷൻ നടത്തുമ്പോൾ, ഇത് ഡിസോൾവ് ചെയ്യുമ്പോൾ സം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൊളൈഡ് വിത്ത് സൊല്യൂട്ട്. കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൊളീഷൻ നടത്തുന്നു. അതായത് ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ തന്നെ എന്തുണ്ട്? കൊളീഷൻ നടക്കുന്നുണ്ട് സൊല്യൂട്ടും സൊല്യൂട്ടും തമ്മിൽ. Okay, solute particles in solution and get separated out. This process is called crystallization. Dissolution നടക്കുമ്പോൾ കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുകയും അത് എന്തുണ്ടാകുന്നുണ്ട്? ക്രിസ്റ്റലൈസേഷൻ പ്രോസസ് നടക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു സൊല്യൂഷൻ എടുത്താൽ ഈ 2 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു സൊല്യൂഷൻ എടുത്താൽ, അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റ് എൻ്റെ കയ്യിലുണ്ട്, വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കൂ. വാട്ടറിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഷുഗർ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ സൊല്യൂട്ട് ആഡീഷൻ നടത്തും തോറും സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുകയും അതുമൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? ക്രിസ്റ്റലൈസേഷനും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ, അല്ലെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും നടക്കുന്നുണ്ട്. ഡിസൊല്യൂഷൻ നടക്കുന്ന പോലെ തന്നെ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ എത്തുമ്പോൾ ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും ഈക്വൽ ആകുന്ന അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഓക്കെ, നോക്കൂ, ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും ഒരേ റേറ്റിലാവുമ്പോൾ നമ്മൾ അവിടെ എന്ത് പറയുന്നു? ഇക്വിലിബ്രിയത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നു. സോ നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡിസൊല്യൂഷൻ കൂടുന്നു. ഡിസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൊല്യൂട്ടും തമ്മിൽ കൊളൈഡ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ക്രിസ്റ്റലൈസേഷൻ നടക്കുകയും ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ എത്തുമ്പോൾ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഡിസൊല്യൂഷന്റെയും ക്രിസ്റ്റലൈസേഷനും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു, അതായത് ഒരേ റേറ്റിൽ എത്തുന്നു. ഓക്കെ, ദെൻ
സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന കണ്ടീഷൻ ആകുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, such a solution in which no more solute can be dissolved at the same temperature and pressure is called a saturated solution. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനി സൊല്യൂട്ടിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ആ എടുത്തിരിക്കുന്ന എമൗണ്ട് ഓഫ് സൊല്യൂഷനിൽ മാക്സിമം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയും കുറച്ചും കൂടി ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഡിസൊല്യൂഷൻ നടക്കാതെ വരും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. നോ മോർ സൊല്യൂട്ട്, ഇനി സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ പ്രഷർ ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ മാറ്റിയാൽ സാച്ചുറേറ്റഡ് സൊല്യൂഷന് വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി നോ മോർ സൊല്യൂട്ട്, ഇനി സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യില്ല, മാക്സിമം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആ മാക്സിമം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സോല്യൂബിലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതാണ് ആ അവസ്ഥയാണ് എന്ത്? സോല്യൂബിലിറ്റി. മാക്സിമം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ അവസ്ഥയാണ് ഇത് സോല്യൂബിലിറ്റി. ആ സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ടേം കൂടെ നോക്കാം. അൺസാച്ചുറേറ്റഡ്. Unsaturated solution is one which more solute can be dissolved at the same temperature. അതായത് വളരെ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, വാട്ടർ എടുത്തു, ഒരു സ്പൂൺ ഷുഗർ മാത്രമേ ഇട്ടുള്ളൂ എങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ആണ്. അതായത് ഇനിയും അതിൻ്റെ അകത്ത് നമ്മളൊരു 1 ലിറ്റർ വാട്ടർ എടുത്തു എന്ന് വിചാരിക്കൂ. 1 ലിറ്റർ വാട്ടർ എടുത്തു, അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ ഷുഗർ ഇട്ടു. നമുക്ക് കംപ്ലീറ്റ് അതിന് ഡിസോൾവ് ചെയ്യിപ്പിച്ച് ചേർക്കാൻ പറ്റും. അത് അൺസാച്ചുറേറ്റഡ് ആണ്. ഇനിയും 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 ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ടെമ്പറേച്ചർ മാറ്റാൻ പാടില്ല. ഇനിയും ഇനിയും അഡീഷൻ നടത്തുന്നു. ഇനിയും ഇനിയും അഡീഷൻ നടത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കഴിയുമ്പോൾ പിന്നെ അതിന് ഡിസോൾവ് ചെയ്യാൻ സാധിക്കാണ്ട് വരും. പിന്നെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ആ സൊല്യൂഷൻ നമ്മൾ എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ്. അപ്പൊ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചു മാത്രം സൊല്യൂട്ടേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഇനിയും സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അതെന്തായി? സാച്ചുറേറ്റഡ് ആയി. ഇനി മാക്സിമം എത്തിച്ചേർന്നാൽ നമ്മൾ എന്ത് പറയും? അതിനെ സാച്ചുറേറ്റഡ് എന്ന് പറയും. അതാണ് ഇക്വിലിബ്രിയം. ആ ടെൻഡൻസി അല്ലെങ്കിൽ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോല്യൂബിലിറ്റി എന്ന് വിളിക്കുക. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു 2-3 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞു, അതുപോലെ എഫക്റ്റ് ഓഫ് പ്രഷർ പറഞ്ഞു, അതുപോലെ നേച്ചർ പറഞ്ഞു. ഓക്കെ, നേച്ചർ ഓഫ് സൊല്യൂട്ട് സോൾവെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. നേച്ചർ ഓഫ് സൊല്യൂട്ട് സോൾവെന്റ് എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് സൊല്യൂട്ട് സോൾവെന്റ് എന്ന് പറയുമ്പോൾ പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിലും നോൺ പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെന്റും ഡിസോൾവ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അത് ഒരു 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന സോല്യൂബിലിറ്റി. എന്തൊക്കെയായിരുന്നു? നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ടെമ്പറേച്ചർ, പ്രഷർ. ഓക്കെ, നമുക്ക് നോക്കാം. ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ആണ് പറയുന്നത്. ടെമ്പറേച്ചർ എഫക്റ്റ് പറയുമ്പോൾ ജനറലി പിന്നെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കേസ് പറയുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ടെമ്പറേച്ചറിന്റെ എഫക്റ്റ്, അതായത് Le Chatelier പ്രിൻസിപ്പിളിൽ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഇതിനെ കുറിച്ചൊന്ന് പറയാം. എന്താണ് Le Chatelier പ്രിൻസിപ്പിൾ? Le Chatelier പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ ചേഞ്ച്, കോൺസെൻട്രേഷൻ ചേഞ്ച്, പ്രഷർ ചേഞ്ച്, ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തി, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഇവയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ ആ മാറ്റം മൂലമുണ്ടാകുന്ന എഫക്റ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് ആ സിസ്റ്റം തന്നെ ട്രൈ ചെയ്യുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതാണ് എന്ത് Le Chatelier പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ,
പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇതെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ ആ മാറ്റം മൂലം എന്തെങ്കിലും എഫക്റ്റ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ അത് തന്നെ ട്രൈ ചെയ്യുന്നു ആ സിസ്റ്റം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതാണ് ലേഷാർലെ പ്രിൻസിപ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തായിരുന്നു അവിടെ കോൺസെൻട്രേഷന്റെ എഫക്റ്റ് പറഞ്ഞത്? ഒരു പർട്ടിക്കുലർ സിസ്റ്റം എടുത്തു, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അതിനകത്ത് നമ്മൾ ഏതെങ്കിലും വൺ ഓഫ് ദ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകും. അതായത് കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു, അതായത് പ്രോഡക്റ്റ് കൂടുതൽ ഉണ്ടാകുന്നു. ഇത് കോൺസെൻട്രേഷന്റെ എഫക്റ്റ് ആണ്. 11th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് increase in concentration of any one of the reactant equilibrium will shift to the direction of forward or product side. ഇനി increase in concentration of any one of the product equilibrium will shift to the direction of backward. അതായത് റിയാക്ടന്റ് സൈഡിലേക്ക് മൂവ്മെന്റ് നടക്കുമെന്നും അർത്ഥം. അതായിരുന്നു എന്ത്? കോൺസെൻട്രേഷന്റെ എഫക്റ്റ് പഠിച്ചത്. ഇനി ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്തായിരുന്നു പഠിച്ചേ? ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് പഠിച്ചത് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുത്താല് A+B give C+D ഇതൊരു ഇക്വിലിബ്രിയം സിസ്റ്റം ആണെന്ന് വിചാരിക്കൂ. ഇതിന്റെ ΔH വാല്യൂ ഇവിടെ പോസിറ്റീവ് എന്ന് തന്നിട്ടുണ്ടെന്നും വിചാരിക്കൂ. ΔH പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ദ പ്രോസസ് ഈസ് എൻഡോതെർമിക്. ഏത് പ്രോസസ്സ്? ഫോർവേഡ് ഈസ് എൻഡോതെർമിക് ആണ്, ബാക്ക്വേർഡ് ഈസ് എക്സോതെർമിക് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് പഠിച്ചിട്ടുള്ള കാര്യമാണ് 11th സ്റ്റാൻഡേർഡിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നോക്കൂ, A+B give C+D. എയും ബിയും ചേർന്ന് സിയും ഡിയും ഉണ്ടായി. എയും ബിയും റിയാക്ടന്റ് ആണെന്നും സിയും ഡിയും പ്രോഡക്റ്റ് ആണെന്നും നമുക്കറിയാം. ഓക്കെ, ഇൻക്രീസ് അപ്പൊ എന്താണ്? ΔH ഈക്വൽ ടു പോസിറ്റീവ്. ΔH പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് ഈസ് എക്സോ ആൻഡ് ബാക്ക്വേർഡ് ഈസ് എൻഡോ. ഫോർവേഡ് ഈസ് എൻഡോ ആൻഡ് ദ ബാക്ക്വേർഡ് ഈസ് എക്സോ. ΔH പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എക്സോതെർമിക്കുമാണ്. അപ്പൊ നോക്കാം, ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? Increase in temperature, equilibrium will shift to the direction of endothermic. ഇനി decrease in temperature ആണെങ്കിലോ? decrease in temperature equilibrium will shift to the direction of എന്താണ്? exothermic. temperature എക്സോതെർമിക്കിന്റെ ഡയറക്ഷനിൽ നടക്കുന്നു. എക്സോതെർമിക്. Increase in temperature, equilibrium will shift the direction of endothermic. Decrease in temperature, equilibrium will shift the direction of exothermic. അപ്പൊ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ΔHന്റെ വാല്യൂ ആണ്. ΔH പോസിറ്റീവ് ആണെങ്കിൽ പ്രോസസ് എൻഡോതെർമിക് ആയിരിക്കും, ΔH നെഗറ്റീവ് ആണെങ്കിൽ പ്രോസസ് എക്സോതെർമിക് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഇക്വിലിബ്രിയം ആണെങ്കിൽ ഫോർവേഡ്, ΔH പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് എൻഡോ, ബാക്ക്വേർഡ് എക്സോ. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം എങ്ങോട്ട് നടക്കുന്നു? എൻഡോതെർമിക്കിന്റെ ഡയറക്ഷനിലും. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം എങ്ങോട്ട് നടക്കുന്നു? എക്സോതെർമിക്കിന്റെ ഡയറക്ഷനിലേക്ക് നടക്കുന്നു. ഇനി ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ടെമ്പറേച്ചറിന്റെ എഫക്റ്റ്. ഡിസൊല്യൂഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഡിസൊല്യൂഷന്റെ കാര്യം പറഞ്ഞു, ക്രിസ്റ്റലൈസേഷന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഉണ്ടാകുന്ന സൊല്യൂഷന്റെ കാര്യം പറഞ്ഞു. ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റിക്ക് എന്ത് പറ്റും നോക്കൂ. ഇൻ ജനറൽ, if in a nearly saturated solution the dissolution process is endothermic, the solubility should increases with rise in temperature. At the same time, if it is exothermic, the solubility should be decreased with rise in temperature. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിച്ച് നമ്മൾ ലേഷാർലെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു എന്ത്? ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഈക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ദി ഡയറക്ഷൻ ഓഫ് എൻഡോതെർമിക്. ടെമ്പറേച്ചർ ഡിക്രീസസ്, ഈക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ദി ഡയറക്ഷൻ ഓഫ് എക്സോതെർമിക്. അപ്പൊ ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ
ടെമ്പറേച്ചർ കൂട്ടുന്ന അവസ്ഥയല്ലേ എൻഡോതെർമിക്കിന് ഫേവറബിൾ. അപ്പൊ ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്തും കൂടുന്നു, സോലുബിലിറ്റിയും കൂടുന്നു, കൂടുതൽ സോലുബിൾ ആകുന്നു. ഓക്കെ, സോലുബിലിറ്റി പ്രോസസ്. ഓക്കെ, ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തും കൂടുന്നു, സോലുബിലിറ്റിയും കൂടുന്നു. ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കുറയുന്നു, സോലുബിലിറ്റി കുറയുന്നു. At the same time, the dissolution process is endothermic. The solubility should increase with rise in temperature. If it is exothermic, solubility should decrease with the rise in temperature. ഒന്നുകൂടെ നോക്കൂ, എന്താണ് നമ്മളൊരു കണ്ടെയ്നറിൽ നമ്മൾ ഡിസൊല്യൂഷൻ നടത്തുന്നു, നമ്മൾ വാട്ടറിലേക്ക് കുറച്ച് സൊല്യൂട്ട് ഇട്ട് കൊടുത്ത് ഡിസൊല്യൂഷൻ നടക്കുന്നു. ആ ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക് ആണെന്ന് വിചാരിക്കൂ, അതായത് അത് എനർജി അബ്സോർബ് ചെയ്യുന്നു വിചാരിക്കൂ. അത് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇനി അത് എക്സോതെർമിക് ആണെന്ന് വിചാരിക്കൂ, അത് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണെങ്കിലോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റി കുറയുന്നു. എക്സോതെർമിക്, ദ സോലുബിലിറ്റി ഷുഡ് ഡിക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ സോലുബിലിറ്റി കുറയുന്നു. ഓക്കെ, അടുത്ത പ്രഷറിന്റെ എഫക്റ്റ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് സോളിഡ് ലിക്വിഡിൽ ഇട്ടുള്ള ഡിസൊല്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഹൈലി ഇൻകംപ്രസിബിൾ, സോ പ്രഷറിന് എഫക്റ്റ് ഇല്ല. അപ്പം ടെമ്പറേച്ചറിനും നേച്ചറുമാണ് നമ്മളെ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ ആപ്ലിക്കബിൾ ആവുന്നത്. പ്രഷർ ആപ്ലിക്കബിൾ ആവില്ല, കാരണം കൂടുതലും ഗ്യാസിന്റെ കേസിലാണ് നമ്മൾ പ്രഷർ പറയാറ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത് പറഞ്ഞേക്കണത്. ലിക്വിഡും സോളിഡും ആണെങ്കിൽ ഹൈലി ഇൻകംപ്രസിബിൾ ആണ്, പ്രഷറിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഇല്ല. പ്രഷറിന് എഫക്റ്റ് ഉള്ള ഗ്യാഷ്യസിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അടുത്തത് സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പം സോലുബിലിറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് ചേരാൻ പറ്റുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവിനെയാണ് സോലുബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, സെക്കൻഡ് വൺ ടെമ്പറേച്ചർ, തേർഡ് വൺ പ്രഷർ. ഇനി നമ്മൾ ഓൾറെഡി നേച്ചറിന്റെ കാര്യം പറഞ്ഞു. നേച്ചർ എന്ന് പറയുമ്പോൾ പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിലും നോൺ പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെന്റും ഡിസോൾവ് ചെയ്യുന്നു. ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് പറഞ്ഞു. ഇൻക്രീസ് ഇൻ ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലുബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. പ്രഷറിന് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ പ്രഷറിന് എഫക്റ്റ് ഇല്ല എന്നും പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡിന്റെ കേസാണ്. ഗ്യാസ് ഇൻ ലിക്വിഡില് ഗ്യാസുകൾക്ക് വാട്ടറിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റ് അല്ലെങ്കിൽ ലിക്വിഡിൽ ഡിസോൾവ് ചേരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഓൾ ഗ്യാസസ് ആർ സോലുബിൾ ഇൻ വാട്ടർ ആസ് ഇൻ അതർ ലിക്വിഡ്സ് ടു എ ഗ്രേറ്റർ ഓർ ലെസർ എക്സ്റ്റെന്റ്. അപ്പൊ പല എക്സ്റ്റെന്റ് വരെയും അതിനെ ഡിസോൾവ് ചെയ്ത് ചേരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതൊന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നേച്ചർ ഓഫ് ഗ്യാസ്, നേച്ചർ ഓഫ് സോൾവെന്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും ഉണ്ട്. ഇനി ജനറലി നമുക്കറിയാം ലിക്വിഡില് ഗ്യാസുകൾക്ക് ഡിസോൾവ് ചെയ്ത് ചേരാൻ പറ്റും. അത് ഡിഫറെന്റ് ഗ്യാസുകൾക്ക് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഡിസൊല്യൂഷൻ കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് പ്രഷറിന്റെ എഫക്റ്റ് ആണ്. പ്രഷറിന് ഗ്യാസുകളുടെ ഡിസൊല്യൂഷനിൽ പ്രഷറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. അതായത് ജനറലി ഗ്യാസുകൾക്ക് ഈസിലി ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഗ്യാസുകളെ നമുക്ക് ലിക്വിഫൈ ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനൊക്കെ വാട്ടറിൽ വളരെ വേഗത്തിൽ തന്നെ ലിക്വിഫൈ ചെയ്ത് ചേരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പ്രഷർ. നമ്മൾ പറഞ്ഞു പ്രഷറിന്റെ എഫക്റ്റും സോലുബിലിറ്റിയാണ് പറയുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനറലി ഗ്യാസസ് വിച്ച് ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ്
and more soluble in the common solvents. Carbon dioxide, hydrogen, അതുപോലെ ഓക്സിജൻ, ഇവയ്ക്കൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ചേർന്ന് അക്വസ് സൊല്യൂഷനെ തരാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ 11th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ലിക്വിഫൈ ചെയ്യാൻ സാധിക്കും ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിന്റെ ബേസിൽ. നമ്മൾ അതൊക്കെ കഴിഞ്ഞ ഇയറിലെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഗ്യാസ് ലിക്വിഡിൽ അല്ലെ ഗ്യാസ് ലിക്വിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് ചേരാനുള്ള ഫാക്ടർ എന്താണ് അതിന്റെ റീസൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇത് പ്രഷറിന്റെ എഫക്റ്റ്. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ, ഇഫ് ഇൻക്രീസ് ദ പ്രഷർ കൂട്ടുകയാണെങ്കിൽ, പ്രഷർ കൂട്ടി നമുക്ക് ഗ്യാസുകളെ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് ചേർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രഷറിന് എന്ത് എഫക്റ്റ് ഉണ്ട്? നമ്മൾ പറഞ്ഞു പ്രഷർ ഇൻക്രീസ് ചെയ്യിച്ചാൽ ഗ്യാസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് ചേർക്കാം, അതായത് ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പിക്ചർ നോക്കൂ, സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് വേഴ്സസ് ടെമ്പറേച്ചറും പ്രഷറും സോലിബിലിറ്റിയും തമ്മിലുള്ള കണക്ഷൻ കാണിക്കാനുള്ള പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഗ്യാസിനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അവിടുന്ന് പ്രഷർ അപ്ലൈ ചെയ്യുന്നു, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നതാണ് കാണുന്നത്. ഇത് വാട്ടറാണ്, ഗ്യാസ് മോളിക്യൂളിനെ നമ്മൾ വാട്ടറിലേക്ക്, ഇത് വാട്ടറാണ് എടുത്തിരിക്കുന്നത്, മുകളിൽ ഗ്യാസിനെ നമ്മൾ ഇതിനകത്തേക്ക് ഡിസോൾവ് ചെയ്ത് ചേർക്കുവാണ്. ഇനി ഇത് പ്രഷർ മോളിൽ നിന്ന് പ്രഷർ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ വെയിറ്റ് അപ്ലൈ ചെയ്തു, പ്രഷർ കൊടുത്തപ്പോൾ കൂടുതൽ ഗ്യാസ്, ഇതിനേക്കാൾ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസിനെ ഇവിടെ നമ്മൾ ഡിസോൾവ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്കറിയാം, വാട്ടറിന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ഹൈ പ്രഷറിൽ ഡിസോൾവ് ചെയ്ത് ചേർത്തുണ്ടാക്കുന്നതാണ് സോഫ്റ്റ് ഡ്രിങ്കും സോഡയും ഒക്കെ. അപ്പൊ ഹൈ പ്രഷർ അപ്ലൈ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ചേർക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ഈ സെയിം പിക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്യാസിനെ ഇവിടെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യാണ്. ഗ്യാസ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ ഗ്യാസിന് ആ വാട്ടറിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ എന്ത് ചെയ്തു? ഡിസോൾവ് ചെയ്ത് ചേർത്തു. ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ലോ ഉണ്ട്. ആ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഹെൻറി. എന്താണ്? ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഹെൻറീസ് ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഗ്യാസുകളെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് ചേർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നും എന്താണ് ഇതുമായിട്ടുള്ള റിലേഷൻ? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി. പ്രഷർ ഈസ് directly proportional to solubility. Pressure increases, solubility also increases. Solubility എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ അല്ലേ? സോലുബിലിറ്റി നമ്മൾ കോൺസെൻട്രേഷൻ ആണല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കുറച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് സോലുബിലിറ്റി? മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് ചേരാൻ സാധിക്കുന്ന എബിലിറ്റി അല്ലേ, അല്ലെങ്കിൽ കഴിവല്ലേ സോലുബിലിറ്റി? അപ്പൊ സോലുബിലിറ്റി എന്താണ്? ഒരു കോൺസെൻട്രേഷൻ അല്ലേ? പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോലുബിലിറ്റി കോൺസെൻട്രേഷൻ ടൈമാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആണ്. പ്രഷർ കൂട്ടിയാൽ കോൺസെൻട്രേഷൻ കൂടും അല്ലെ? പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ ഈ ലിക്വിഡിനകത്തുള്ള കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തില്ലേ? നോക്കൂ, ഇവിടെ ഇത് ലിക്വിഡാണ്, ഇതിന് മുകളിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഗ്യാസിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പോവാണ്. പ്രഷർ അപ്ലൈ ചെയ്തു, അപ്പൊ ഇവിടെ എന്ത് കൂടി? കോൺസെൻട്രേഷൻ കൂടി. നോക്കൂ, ഇത് ലിക്വിഡാണ്, ഇത് ഗ്യാസ് ആണ്. ഈ ഗ്യാസിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് ചേർക്കാൻ പോവുകയാണ്. പ്രഷർ അപ്ലൈ ചെയ്തു, കൂടുതൽ ഗ്യാസ് മോളിക്യൂളിനെ നമുക്ക് ഈ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്ത് ചേർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുവല്ലേ ചെയ്തത്? അതിനെ തന്നെ നമുക്ക് സോലുബിലിറ്റി എന്ന് പറഞ്ഞൂടെ? കോൺസെൻട്രേഷൻ കൂട്ടി, സോലുബിലിറ്റി കൂട്ടി. ഈ കോൺസെൻട്രേഷൻ ടേമുകളല്ലേ നമ്മൾ കുറെ മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എന്നൊക്കെ പഠിച്ചത്. അപ്പൊ നമുക്ക് പുതിയൊരു സോലുബിലിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടേമിനെ ഇവിടെ സോലുബിലിറ്റിക്ക് പകരം കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ പ്രഷർ ഇൻക്രീസസ്, സോലുബിലിറ്റി ഓൾസോ ഇൻക്രീസസ്.
പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോല്യൂബിലിറ്റി. അപ്പം ഈ ഒരു കൺസെപ്റ്റിനെ വെച്ചിട്ട് ഹെൻറി അദ്ദേഹത്തിന്റെ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്താണ്? ഹെൻറീസ് ലോ. നോക്കൂ, പ്രഷറിന്റെ എഫക്റ്റ് ഹെൻറി ലോയാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ സോല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഓക്കെ, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ടേം ആണ്, കോൺസെൻട്രേഷൻ ആണ്. ആ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേം മാറ്റിയിട്ട് നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? മോൾ ഫ്രാക്ഷൻ എന്ന് കൊടുക്കാം. മോൾ ഫ്രാക്ഷൻ ഒരു കോൺസെൻട്രേഷൻ ടേം ആണ്. സോ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഈസ് ഖൈ. അപ്പൊ നമുക്ക് ഗ്യാസ് മോളിക്യൂൾസിന്റെ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. എന്താണ് പാർഷ്യൽ പ്രഷർ? ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്ത്? പാർഷ്യൽ പ്രഷർ. ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഇനി നമുക്ക് നോക്കാം, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെങ്കിൽ കളയാം. അപ്പൊ അതിന് എന്ത് വരുന്നു? KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഈ KH നെ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. എന്താണ്? ഹെൻറീസ് കോൺസ്റ്റന്റ്. KH ഈസ് കോൾഡ് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള്? പ്രഷറിന്റെ എഫക്റ്റ് ആണ് ഗ്യാസ് മോളിക്യൂളിനെ വാട്ടറിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഡിസോൾവ് ചെയ്യിപ്പിക്കാം. അപ്പൊ പ്രഷർ കൂട്ടിയാൽ കീപ്പിംഗ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ പ്രഷർ ഇൻക്രീസസ്, സോല്യൂബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. അതായത് പ്രഷർ കൂട്ടിയാൽ കോൺസെൻട്രേഷൻ കൂടി. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായി? സോല്യൂബിലിറ്റി ആണ്. ആ ടേമിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? ഖൈ, അതായത് മോൾ ഫ്രാക്ഷൻ. P proportional to mole fraction അല്ലെങ്കിൽ partial pressure equal to KH into mole fraction. KH നെ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഇനി KH ഓരോ ഗ്യാസിനും ഓരോന്നാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ KH വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓരോ ടെമ്പറേച്ചറും ഓരോ KH വാല്യൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ KHും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, P equal to KH into mole fraction. KH temperature dependent ആണ്. Temperature increases, KH is also increases. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, KH equal to നമുക്ക് എങ്ങനെ എഴുതാം? KH equal to partial pressure divided by mole fraction. Partial pressure divided by chi. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ ഇൻക്രീസസ്, KH is also increases. ഇനി KH വലുതായാൽ, KH നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. KH വലുതായാൽ എന്താണ്? ടെമ്പറേച്ചർ കൂടി, അല്ലെ? ടെമ്പറേച്ചർ കൂടിയപ്പോൾ KHും കൂടി. അപ്പം KH കൂടിയാൽ മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. KH കൂടിയാൽ മോൾ ഫ്രാക്ഷൻ കുറയുന്നു. ഇക്വേഷനിൽ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. KH equal to partial pressure divided by mole fraction. KH increases, solubility decreases. KH increases, mole fraction decreases. That means solubility decreases. Okay, നോക്കൂ, ഒന്നുകൂടെ പറയുന്നു. Partial pressure is equal to KH into mole fraction. KH എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, KH ഈസ് ഓൾസോ ഇൻക്രീസസ്. ഇനി KHും മോൾ ഫ്രാക്ഷൻ തമ്മിൽ ഇൻവേഴ്സ് അല്ലേ? KHും മോൾ ഫ്രാക്ഷൻ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? നോക്കൂ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, KH ഈസ് ഓൾസോ ഇൻക്രീസസ്, ബട്ട് ഖൈ ഈസ് ഡിക്രീസസ്. ഖൈ ഡിക്രീസസ് എന്ന് പറഞ്ഞാല് സോല്യൂബിലിറ്റി ഡിക്രീസ്. അപ്പോൾ KH കൂടിയാൽ സോല്യൂബിലിറ്റി കുറയുന്നു. അപ്പൊ മോർ സോല്യൂബിൾ ആയ ഗ്യാസുകൾക്ക് KH വളരെ കുറവായിരിക്കും. KH കുറഞ്ഞിരുന്നാലേ സോല്യൂബിലിറ്റി കൂടുള്ളൂ. ടെമ്പറേച്ചർ കൂടിയാൽ KHും കൂടും, ബട്ട് ഖൈ കുറയുന്നു. ഖൈ കുറഞ്ഞാൽ സോല്യൂബിലിറ്റിയും കുറയുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കേഷൻസ് KH ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നാലേ സോല്യൂബിലിറ്റി. അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ KH കൂടും, സോല്യൂബിലിറ്റി കുറയും. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞാൽ KHും കുറയും, സോല്യൂബിലിറ്റി കൂടും.
ടെമ്പറേച്ചർ കുറഞ്ഞാൽ KH കുറയുന്നു, സോല്യൂബിലിറ്റി കൂടുന്നു. അതുകൊണ്ട് തന്നെയാണ് അക്വാട്ടിക് ലൈഫ് ലോവർ ടെമ്പറേച്ചറിലെ സർവൈവ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അക്വാട്ടിക് ലൈഫ് സർവൈവ് ചെയ്യില്ല, ലോവർ ടെമ്പറേച്ചറിൽ മാത്രമേ അക്വാട്ടിക് ലൈഫ് സർവൈവ് ചെയ്യുള്ളൂ. കാരണം ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നാൽ സോല്യൂബിലിറ്റി കൂടുതലാണ്. ഡിസോൾവ് ഓക്സിജന് ധാരാളം വാട്ടറിൽ ഡിസോൾവ് ഓക്സിജൻ കൂടുതലായിരിക്കും. വാട്ടറിൽ ഡിസോൾവ് ഓക്സിജൻ ഭയങ്കര കൂടുതലായിരിക്കും ടെമ്പറേച്ചർ കുറവാണെങ്കിൽ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ KH കൂടുന്നു, സോല്യൂബിലിറ്റി കുറയുന്നു. അപ്പോൾ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ വാട്ടറിൽ അപ്പോൾ കുറവായിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ 2-3 ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. ഹെൻറിയുടെ 3 ആപ്ലിക്കേഷനാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് in manufacture of soft drinks and soda water, CO2 is passed at high pressure to increase its solubility. അപ്പോൾ എന്താണ് പറഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹെൻറിയിലോ ഡിസ്കസ് ചെയ്യുന്ന തൊട്ട് മുമ്പ് പറഞ്ഞാണ്. എന്താണ് സോഡ വാട്ടർ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിച്ച് ചേർക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഹെൻറി ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. സോഫ്റ്റ് ഡ്രിങ്ക് സോഡയൊക്കെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് പ്രഷർ കൂട്ടി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ച് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സോഡയുടെ ബോട്ടിൽസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഹിസ്സിംഗ് സൗണ്ടോടുകൂടി ഇത് പുറത്തേക്ക് വരുന്ന പ്രഷർ റിലീസ് ചെയ്യുന്നതാണ്. പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ആ ഡിസോൾവ് ഗ്യാസുകൾ പുറത്തേക്ക് വരുന്ന കാരണമാണ് ഒരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാകുന്നത്. അതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ടു മിനിമൈസ് ദ പെയിൻഫുൾ എഫക്ട്സ് അക്കമ്പനിങ് ദ ഡീകംപ്രഷൻ ഓഫ് ഡീപ് സീ ഡൈവേഴ്സ്. ഡീപ് സീ ഡൈവേഴ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡീപ് സീ ഡൈവേഴ്സ് അവർ ഈ ഏറ്റവും കടലിന്റെ അടിത്തട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവർ പിന്നിലായിട്ട് ഒരു ബാഗ് അവർ വെച്ചിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടർ ആണ്, എയർ നിറച്ച സിലിണ്ടർ ആണ് അവർ പുറകിൽ വെച്ചിരിക്കുന്നത്. ഈ എയർ നിറച്ച സിലിണ്ടറിൽ കംപ്ലീറ്റ് ഓക്സിജൻ അല്ല. കംപ്ലീറ്റ് ഓക്സിജൻ ആണെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്ത് എയർ ആണ് നിറച്ചിരിക്കുന്നത്. എയർ നിറയ്ക്കുമ്പോൾ നമുക്കറിയാം നൈട്രജൻ കൂടി മിക്സ്, ഓൾറെഡി എയറിനകത്ത് എന്തുണ്ട്, നൈട്രജൻ ഉണ്ട്. അപ്പൊ ഓക്സിജനും നൈട്രജനും കൂടി മിക്സ് ചെയ്ത് നൈട്രജൻ കമ്പോണന്റും കൂടി അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ഡീപ് സീ ഡൈവേഴ്സ് അവര് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഡീപ് സീ ഡൈവേഴ്സ് കടലിന്റെ അടിയിലൊക്കെ പോയിട്ട് ഗവേഷണം നടത്തുന്നത് അല്ലെങ്കിൽ പിക്ചേഴ്സ് എടുക്കുന്നത്, അത് എന്റർടൈൻമെന്റ് പർപ്പസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവേഷണം നടത്താനോ ഒക്കെ നമുക്കറിയാം. ഡീപ് സീ ഡൈവേഴ്സ് കടലിന്റെ അടിയിലേക്ക് അവർ ഓരോ കാര്യത്തിന് പോകാറുണ്ട്. അപ്പൊ അവരുടെ പിന്നിലായിട്ട് ഒരു ബാഗ് വച്ചിട്ടുണ്ട്. ആ ബാഗിനകത്ത് എന്താണ്, ഓക്സിജൻ സിലിണ്ടർ ആണത്. പക്ഷെ ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഓക്സിജൻ അല്ല അതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ അകത്ത് എന്തുണ്ട്, നൈട്രജൻ കൂടി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ നൈട്രജൻ കൂടി ഫില്ല് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, താഴത്തേക്ക് പോകും, കടലിന്റെ അടിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രഷർ ഭയങ്കര കൂടുതലാണ്. കടലിന്റെ അടിത്തട്ടിൽ പ്രഷർ ഭയങ്കര കൂടുതലാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഡിസൊല്യൂഷൻ പെട്ടെന്ന് അല്ലെങ്കിൽ സോലുബിലിറ്റി കൂടും. അപ്പൊ അവരവിടെ താഴെ ചെന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ, അവരുടെ ഈ സിലിണ്ടറിൽ നിന്ന് അവർ ബ്രീത്ത് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ഈ എയർ ഡിസോൾവ് ചെയ്യും. ഓക്സിജനും നൈട്രജനും ഡിസോൾവ് ചെയ്യുന്നുണ്ട് ബ്ലഡിൽ. എന്താണ് പറഞ്ഞത്, അടിയിൽ ചെല്ലുന്നതോടും പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുമ്പോൾ അവർ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജനും നൈട്രജനും ഒരുപോലെ ബ്ലഡിനകത്ത് ഡിസോൾവ് ചെയ്യും. പ്രഷർ കൂടുതലാകുമ്പോൾ എന്താണ് എഫക്റ്റ്, കൂടുതൽ എയറിന് അല്ലെങ്കിൽ കൂടുതൽ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജന് ബ്ലഡിനകത്ത് ഡിസോൾവ് ചെയ്ത് ചേരാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പൊ കൂടുതലായിട്ടും ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും. കൂടുതൽ ബ്ലഡിൽ കൂടുതൽ നൈട്രജനും ഓക്സിജനും ഡിസോൾവ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. ഇനി അവരപ്പം തന്നെ മുകളിലേക്ക് കയറി വരികയാണെങ്കിലോ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ഡിസോൾവ് ചെയ്ത ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ തിരിച്ചു പോകാൻ തുടങ്ങും. നോർമൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ അത്രയും പ്രഷർ ഇല്ല, അത് നോർമൽ പ്രഷറിലേക്ക് എത്തി. അപ്പം ഡിസൊല്യൂഷൻ സാധാരണ പോലെയാവും, സോലുബിലിറ്റി സാധാരണ പോലെയാവും. അപ്പൊ അവരുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ എന്ത് ചെയ്യുന്നു, തിരിച്ചു പുറത്തേക്ക് പോകും. അപ്പൊ എന്ത് സംഭവിക്കും, നൈട്രജന് പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് പോകാൻ സാധിക്കില്ല ബോഡിയിൽ നിന്ന്. അപ്പം അത് ബ്ലഡ് വെസലില് ചെറിയ ചെറിയ ബൾജിങ്ങളൊക്കെ ഉണ്ടാക്കാനും അതുമൂലം വളരെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഡീപ് സീ ഡൈവേഴ്സിന്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നൈട്രജൻ 60% മുകളിൽ ഫില്ല് ചെയ്തുകൊണ്ട് അവർ പോവില്ല.
നൈട്രജൻ ഏകദേശം 52% അവർ ഫില്ല് ചെയ്യുള്ളൂ. അത് കൂടാതെ അതിന്റെ കൂടെ അവർ ഹീലിയം കൂടി ഫില്ല് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട്. എങ്ങനെയാണ് പറഞ്ഞത്? ഡീപ് സീ ഡൈവേഴ്സ് സിലിണ്ടറുമായിട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് കൂടുതൽ നൈട്രജൻ കണ്ടന്റ് ഉണ്ടെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഒരിക്കലും കൂടുതൽ നൈട്രജൻ കണ്ടന്റ് കൊണ്ടുപോകില്ല. കാരണം കടലിനടിയിലേക്ക് ചെല്ലുമ്പോൾ ഡിസൊല്യൂഷൻ കൂടുന്നു, അതായത് സോലുബിലിറ്റി കൂടും, പ്രഷർ അവിടെ എന്താണ് കൂടുതലാണ്. കടലിനടിയിൽ പ്രഷർ കൂടുതലാണ്, അപ്പൊ സോലുബിലിറ്റി കൂടുന്നുണ്ട്. സോലുബിലിറ്റി കൂടുമ്പോൾ ഈ ഗ്യാസുകൾ കൂടുതൽ അളവിൽ ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത് ചേരുന്നു. തിരിച്ച് അവർ അപ്പൊ തന്നെ മുകളിലേക്ക് കയറി വരുമ്പോൾ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് എത്തുമ്പോൾ ഈ ഡിസോൾവ് ചെയ്ത നൈട്രജൻ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ തുടങ്ങുന്നു. ബോഡിയിൽ നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. അത് ബ്ലഡ് വെസലുകളും അല്ലെങ്കിൽ ജോയിന്റുകളിലൊക്കെ ബൾജിങ് ഉണ്ടാക്കാനും അതുമൂലം ബ്ലീഡിങ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് കാരണം ഒരു കാരണവശാലും നൈട്രജന് എങ്ങനെ ചെയ്യില്ല, 60% മുകളിൽ ആ സിലിണ്ടറിൽ അവർ നിറച്ചുകൊണ്ട് പോകില്ല. ഏകദേശം 52 or 53% നിറയ്ക്കുള്ളൂ. അത് കൂടാതെ ഹീലിയം വെച്ച് ഡൈലൂട്ട് ചെയ്തും കൂടിയാണ് കൊണ്ടുപോകുന്നത്. അത് കൂടാതെ ധാരാളം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് അവരെ വിടുകയുള്ളൂ. പെട്ടെന്ന് ഒരിക്കലും അവര് നോർമൽ അറ്റ്മോസ്ഫിയറിലേക്ക് വരില്ല. മെല്ലെ മെല്ലെ ഓരോ തട്ടായിട്ട് മെല്ലെ മെല്ലെ മാത്രമേ അവര് സർഫസിലേക്ക് കയറി വരുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഹെൻറി ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ മറ്റൊരു ആപ്ലിക്കേഷൻ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ലോവർ ഡീപ് സീയിൽ പ്രഷർ കൂടുതലാണ്, ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറവാകുമ്പോൾ ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് നടക്കും. അതായത് പ്രഷർ കുറവാകുമ്പോൾ ബ്ലഡിനകത്ത് ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്നതും കുറവായിരിക്കും. പ്രഷർ കുറവാകുമ്പോൾ ബ്ലഡിനകത്ത് ഓക്സിജൻ ഡിസോൾവ് ചെയ്ത് ചേരുന്നതും കുറയുന്നു. അതുമൂലം തിങ്കിങ് എബിലിറ്റി ഒക്കെ കുറവായിരിക്കും. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ചെല്ലുമ്പോൾ തിങ്കിങ് എബിലിറ്റി കുറഞ്ഞു പോകും. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അനോക്സിയ. അനോക്സിയ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ. തിങ്കിങ് എബിലിറ്റി കുറയും. എന്താണ് കാരണം? ഡിസോൾവ് ഓക്സിജൻ ഒരുപാട് ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത് ചേരില്ല. കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കുറവാണ്. അപ്പോൾ പ്രഷറിന്റെ എഫക്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ 2-3 സ്ലൈഡിലായിട്ട് ഡിസ്കസ് ചെയ്ത് ഹെൻറി ലോയും അതിന്റെ ആപ്ലിക്കേഷനുമാണ്. ഇനി ഗ്യാസുകളെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചറിന് എന്ത് എഫക്റ്റ് ആണുള്ളത്? അപ്പൊ ഗ്യാസിനെ നമ്മളൊരു ഈ കണ്ടെയ്നറിലെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് ചേർക്കുവാണ്. ഗ്യാസിനെ ഡിസോൾവ് ചെയ്യുമ്പോൾ ഗ്യാസ് എന്ത് ചെയ്യാണ്? ലിക്വിഫൈ ചെയ്യുകയാണ്. ഗ്യാസ് ലിക്വിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആക്ച്വലി നടക്കുന്നത്? കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ് നടക്കുന്നത്. കണ്ടൻസേഷൻ ശ്രദ്ധിക്കുക. കണ്ടൻസേഷൻ എന്താണ്? ഗ്യാസിനെ നമ്മൾ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നു, അതായത് ലിക്വിഫാക്ഷൻ ആണ് നടക്കുന്നത്. ലിക്വിഫൈ ചെയ്യുവാണ്. ലിക്വിഫൈ ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ചെയ്യാണ്. കണ്ടൻസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആകുന്നു. കണ്ടൻസേഷൻ പ്രോസസ് മീൻസ് എനർജി റിലീസ് ചെയ്യണം, ഹീറ്റ് റിലീസ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സോതെർമിക് പ്രോസസ് ആണ്. അപ്പൊ തന്നെ മനസ്സിലായി ആ ഡിസൊല്യൂഷൻ പ്രോസസ് എന്താണെന്ന്. എക്സോതെർമിക് ആണ്. നമ്മൾ സോളിഡ് ഇൻ ലിക്വിഡിൽ പഠിച്ച് അതേ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അതേ കോൺസെപ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. എന്താണ്? ഗ്യാസിനെ ലിക്വിഡ് ഡിസോൾവ് ചെയ്യുക, ദാറ്റ് മീൻസ് ലിക്വിഫാക്ഷൻ ആണ്. ലിക്വിഫൈ ചെയ്യാണ്. ലിക്വിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് പറയും നമ്മൾ? കണ്ടൻസേഷൻ എന്ന് പറയും. കണ്ടൻസ് ചെയ്യുക. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് ലിക്വിഫൈ ചെയ്യുമ്പോൾ കണ്ടൻസേഷൻ നടക്കുന്നു. മീൻസ് കണ്ടൻസേഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ഗ്യാസ് ലിക്വിഡ് തിരിച്ചു വരുവാണല്ലോ, അപ്പൊ എനർജി റിലീസ് ചെയ്യും. എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സോതെർമിക്. അതായത് ഈ പ്രോസസ്സ് എന്താണ്? ഈ ഡിസൊല്യൂഷൻ പ്രോസസ് എന്താണ്? എക്സോതെർമിക് ആണ്. നമ്മൾ കഴിഞ്ഞ 2 സ്ലൈഡിന് മുന്നേ പറഞ്ഞാണ് ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സോലുബിലിറ്റി കുറയുന്നു. solubility decreases. Dissolution process exothermic ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ solubility കുറയുന്നു. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, solubility of most of the gas in liquid decrease
വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി കുറയുന്നു. കാരണം ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഗ്യാസിനെ ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നു, ലിക്വിഫാക്ഷൻ ആണ് നടക്കുന്നത്, അതായത് കണ്ടൻസേഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. കണ്ടൻസേഷനിൽ എനർജി റിലീസ് ചെയ്യാണ്. എനർജി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്. ദാറ്റ് മീൻസ് ദിസ് ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക്. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലുബിലിറ്റി കുറയുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. In dissolution of gas in liquid, heat is evolved and this is an exothermic process. The dissolution process involves dynamic equilibrium and this follows Le-Chatelier principle. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് Le-Chatelier പ്രിൻസിപ്പിളിന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഗ്യാസ് ഇൻ ലിക്വിഡിന്റെ 3 കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? നേച്ചർ പറഞ്ഞു, അതുപോലെ പ്രഷർ പറഞ്ഞു, ദെൻ ടെമ്പറേച്ചർ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സോലുബിലിറ്റി, അതിന്റെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ഹെൻറി ലോ, ഗ്യാസ് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഡിഫറെന്റ് കണ്ടീഷൻ, സോൾഡ് ലിക്വിഡിലുള്ള ഡിഫറെന്റ് കണ്ടീഷൻ ഒക്കെയാണ്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് റവോൾട്സ് ലോ, ഐഡിയൽ സൊല്യൂഷൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.